പ്രതിസന്ധികളിൽ മനസ്സ് തളരാതെ വേദനിപ്പിക്കുന്നവരെ പോലും ശത്രുപക്ഷത്തുനിന്ന് നമ്മോടൊപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ടു പോകുമ്പോഴാണ് ജീവിതം സുന്ദരമാകുന്നതെന്ന് പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജിൽസി സന്തോഷ് പറഞ്ഞു. പണിക്കോട്ടി സഫ്തർ ഹാഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വനിതാവേദി സംഘടിപ്പിച്ച വനിതാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അതിനാരാ കുറ്റക്കാര്? അവരാണോ? ആണോ? നമ്മൾ തന്നെയല്ലേ കുറ്റം? അല്ലേ? കുറ്റക്കാര് നമ്മൾ തന്നെയല്ലേ? നമ്മുടെ പോരായ്മയല്ലേ? നമ്മൾക്ക് എന്തുമാത്രം എന്തുമാത്രം അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എപ്പോഴോ ആരോ എന്തോ ചെയ്ത കാര്യം ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിൻ്റെ അസ്വസ്ഥത ഞാൻ ഇപ്പോഴും അനുഭവിക്കുകയാണെങ്കിൽ അതെൻ്റെ മാത്രം പോരായ്മയാണ്. അതിൻ്റെ അസ്വസ്ഥത അനുഭവിക്കുന്നത് ഞാനാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മൾ ഇടപെട്ടിട്ട് അത്തരം അവസ്ഥകൾ ഉണ്ടാക്കുന്ന വ്യക്തികളെ ശത്രുപക്ഷത്തുനിന്ന് ഒരു സുഹൃത്ത് എന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റണം. അവർ തന്നതെല്ലാം നല്ല പാഠങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഗുണമാണ് വരുന്നത്. ഇനി കുറച്ചുകൂടെ തിരിച്ചറിവ് വന്ന് എൻ്റെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ എൻ്റെ ഉള്ളിലുള്ള, കാരണം എൻ്റെ ഉള്ളിലെ അവസ്ഥയ്ക്കനുസരിച്ചാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ വരുന്നത്. എൻ്റെ അവസ്ഥ മോശമാണെങ്കിൽ ഞാൻ നോക്കിക്കാണുന്നതെല്ലാം അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പല കാര്യങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കും? സങ്കടപ്പെടാനുള്ള കാര്യങ്ങളായിരിക്കും. അതേസമയം ഞാൻ എൻ്റെ മനസ്സിനെ സന്തുലിതമായിട്ട് നിലനിർത്തുമ്പോൾ, എൻ്റെ ശരീരത്തിനെ സന്തുലിതമായിട്ട് നിലനിർത്തുമ്പോൾ എൻ്റെ മനസ്സെന്താണ്? ബാലൻസ്ഡ് ആണ്, അല്ലേ? സ്ത്രീ സ്വാസ്ഥ്യത്തിന്റെ മനഃശാസ്ത്ര സമീപനം എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന ക്ലാസ് ഹൃദ്യമായി. ചടങ്ങിൽ വനിതാവേദി കൺവീനർ പി.കെ. നയന സ്വാഗതം പറഞ്ഞു. ജോയിന്റ് കൺവീനർ സെൻസി OM അധ്യക്ഷയായി. വനിതാവേദി എക്സിക്യൂട്ടീവ് മെമ്പർ പുണ്യ E.K. നന്ദി രേഖപ്പെടുത്തി. പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി.